ജീവിച്ചൊടിയിൽ നെഞ്ചിലും വലിയ പല മതങ്ങളാകാൻ നിന്നില്ല. പള്ളിയും അമ്പലം മസ്ജിദും തൊട്ടതിനാർക്കും എതിരില്ല. പരിമളവിപ്പൂങ്കാവിലൊരമ്മ പെറ്റൊരു മക്കൾ പൊരുതില്ല. DGP ആയിരുന്ന സിബി മാത്യൂസ് എഴുതിയ മലയാളി ഇങ്ങനെ മരിക്കണമോ, കേരളത്തിലെ ആത്മഹത്യകളെ കുറിച്ച് കേരള പോലീസിന്റെ DGP നടത്തിയ പഠനമാണ്. എത്രമാത്രം 4-5 വർഷം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറേറ്റ് പഠനം, എന്നിട്ട് DC ബുക്സ് ഒരു പുസ്തകമായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇത് പറയുന്നതിന്റെ താല്പര്യം സിബി മാത്യൂസ് പറയുന്നതിന്റെ താല്പര്യം ചുമ്മാ ഒരു പ്രസംഗമല്ല, പോണ വഴിക്ക് ഒരു പ്രസംഗം നടത്തിയിട്ട് പോകാൻ വിചാരിച്ചല്ല, കണക്ക് വെച്ചാൽ. അതിൽ അദ്ദേഹം പറയുന്നത് 50 മുതൽ 54%, 55% ഹിന്ദുക്കളിലാണ് 80% ആത്മഹത്യകൾ. 27%, 2011 27% ഉണ്ടായ മുസ്ലിങ്ങളിൽ 8% ആത്മഹത്യ. 18% ക്രിസ്ത്യാനികളിൽ 12% ആത്മഹത്യ. മുസ്ലിങ്ങളിലെ ആത്മീയ പഠനവും സാമുദായിക ഐക്യവും കാരണമാണ് അവരുടെ ആത്മഹത്യകൾ കുറവ്. ഹിന്ദുക്കളിൽ ഇല്ലാത്തത് കൊണ്ടാണ് ആത്മഹത്യ കൂടുതൽ. ഇത് ക്രിസ്ത്യാനിയായ DGP ആയ വിവരാവകാശ കമ്മീഷണറായ സിബി മാത്യൂസിന്റെ പ്രൊഫൈലുള്ള ഒരു വ്യക്തി ഡോക്ടറേറ്റ് പഠനത്തിന് നടത്തിയ ഗവേഷണം, അതായത് കണക്കുകൾ ബേസ് ചെയ്തുള്ള ഗവേഷണം DC ബുക്സുകാർ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഈ ഹിന്ദുക്കൾക്ക് ഈ ആത്മീയ പഠനമില്ല, ഈ പഠനമില്ലാത്തതാണ് ഞങ്ങളുടെ പ്രശ്നം. ഇനി ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഹിന്ദുക്കളുടെ മാത്രമുള്ള പ്രത്യേകത, വേറെ ഒരു മതത്തിനും അവകാശപ്പെടാൻ കഴിയുന്ന പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ എന്തെങ്കിലും ദൗർബല്യം ഉണ്ടെന്ന് ഞങ്ങളോട് ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങളുടെ ആൾക്കാർ പറയും അത് നമ്മുടെ മഹത്വമാണ്, പോസിറ്റീവാണ്. ഞങ്ങളുടെ ആത്മീയ പഠനം ഇല്ലെന്ന് പറഞ്ഞാൽ പറയാം നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ്. കേന്ദ്ര ബഡ്ജറ്റ്, ഞാനിങ്ങനെ എൻ്റെ ഒരു വ്യൂ പോയിന്റ് പറയാണ്, കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച് കളഞ്ഞിട്ടെ ഈ നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അടക്കം അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മതത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനത്തിനും, ഇപ്പം ഓണംപള്ളി മുഹമ്മദ് വൈസി നിങ്ങൾക്കറിയാലോ, ഓണംപള്ളി മുഹമ്മദ് വൈസി എല്ലാ പ്രാവശ്യവും ഗുരുപദം ശ്രീനാരായണ പരിപാടിക്ക് മുഖ്യ പ്രഭാഷണം മുപ്പര സംസ്കൃതത്തിൽ ബിരുദാനന്തര ബിരുദമാണ്. അദ്ദേഹത്തിൻ്റെ കോളേജിൽ 100-400 കുട്ടികൾ സംസ്കൃത ശ്ലോകം പഠിക്കുകയും ഭഗവത്ഗീതയും പഠിക്കുകയാണ്. ആ മാഷിനെ വെച്ചിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അത്രയും ഊർജ്ജസ്വലതയും കർമ്മോത്സുകതയും പോലും ഒരു സമൂഹത്തെ വൈജ്ഞാനികമായി ഉദ്ധരിച്ചെങ്കിൽ മാത്രമേ സാമൂഹികമായി സാംസ്കാരികമായി ഉദ്ധരിക്കാൻ കഴിയുള്ളൂ. അതിന് നിൽക്കൂല. ഞാൻ അങ്ങ് ചെയ്ത വീഡിയോയെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രശ്നം ഞങ്ങൾക്ക് പോസിറ്റീവും കൺസ്ട്രക്റ്റീവും ഒന്നുമില്ല, നെഗറ്റീവും ഒരാളുണ്ടാകും. ആരെങ്കിലും ഒരു ശത്രു മതി. ഈ ശത്രുവിനെ വെച്ച് പരമാവധി അത് എന്താ പറയാ, അത് ഞങ്ങളുടെ ഇടയിലുള്ളൊരു ഡീപ്പ് ഇഷ്യൂ ആണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ, അത് മുസ്ലിം സമൂഹത്തിലെ യുവാക്കൾ അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ തോന്നും. ഒരു കാര്യവും ഇല്ലാതെ എന്നോട് പേര് പറയാൻ കഴിയാത്ത അത്ര സ്റ്റേച്ചറുള്ള നേരത്തെ പറഞ്ഞു നമ്മളെല്ലാ ദിവസവും രാവിലെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഉണ്ട് കത്തുവോ നോക്കും. കാര്യം ഈ കത്തിക്കലിലാണ് അവരുടെ ഒരു സാധനം. ഇപ്പൊ ഈ അടുത്തിറക്കി വന്ന നമ്മുടെ കുംഭമേളയുടെ സാധനമൊക്കെ അവിടെ എന്തോ വാട്ടറുമായിട്ട് ഡിസ്പ്യൂട്ട്, അവർ ഒരു പണി ചെയ്യുന്നതിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി. ഹിന്ദു തന്നെയായ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ കൊണ്ട് നോട്ടീസ് കൊടുത്തു. പെട്ടെന്ന് ചാടി ഇറങ്ങി എന്താ മലപ്പുറത്ത് ഈ കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ടെ നമ്മുടെ ശോഭ സുരേന്ദ്രൻ പറഞ്ഞ വളരെ ശ്ലാഘനീയമായ ഒരു പ്രസ്താവനയാണ്. UP അടക്കം നടത്തിയ കുംഭമേളയേക്കാൾ ഏറ്റവും പ്രശംസനീയമായ കുംഭമേള നടന്നു മലപ്പുറം ജില്ലയിൽ. അവർ തന്നെ വിശദമായിട്ട് പറയുകയാണ്, നല്ല നിലയിൽ അവർ പശ്ചാത്തലമൊരുക്കി ആഹാരങ്ങൾ കൊടുത്തു, മുസ്ലിങ്ങളെ കുറിച്ച് വളരെ വാഴ്ത്തി പറയാം. എന്നാൽ കുംഭമേള തുടങ്ങിയപ്പോൾ ഇതിന്റെ നേതൃത്വം നിൽക്കുന്ന പ്രധാനപ്പെട്ട സന്യാസിവര്യം പറഞ്ഞതാണ്, ഏത് വാപ്പ വന്ന് തടയാനുണ്ട് മലപ്പുറത്ത് എന്ന് ചോദിച്ചത്. ഒരു മനുഷ്യൻ ഇതിനായിട്ട് ഇടപെട്ടില്ല, ഒരു വാപ്പ കുളിച്ച് തുടങ്ങാണ്. എന്നിട്ടിപ്പം കുംഭമേള അവസാനിച്ചപ്പോൾ പറയുന്ന പ്രസ്ഥാനം അറിയോ, ഇടത് വലത് പാർട്ടികൾ ജിഹാദികളെ പേടിച്ചിട്ട് കുംഭമേളക്ക് എത്തിയില്ല.